കേരളം 2 തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കാൻ പോവാ. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്താവും റിസൾട്ട്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? കേരളത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യത 80% ആണ്. ഫാനിനൊക്കെ വിലക്കയറ്റം തന്നെ കാലം മാത്രമേ ഉള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്യുക, നല്ല ആളുകൾ ആരാച്ച വോട്ട് ചെയ്യുക, അതല്ലേ. പിണറായിനെ വേണ്ട. പരാജയം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യം കൊണ്ടും പരാജയം തന്നെയാണ്. വളരെ മോശം, വളരെ മോശം. അങ്ങനെ പറയാനുള്ളൊരു കാരണം? വാഗ്ദാനങ്ങളേ ഉള്ളൂ. വിദ്യാഭ്യാസത്തിലായാലും ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോലികൾക്കായാലും വളരെ മോശമാണ്. വളരെ മോശം. ഇവിടുത്തെ ജനങ്ങൾ അടുത്ത ഇലക്ഷനിൽ അത് തീർച്ചയായിട്ടും അത് 10 വർഷം കൊണ്ട് എന്തൊക്കെയാണ് എക്സ്ട്രാ റവന്യൂ ഇൻഡസ്ട്രിയിൽ, ടൂറിസം വൈസ്, IT വൈസ്, ഇതിനൊക്കെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെയാണ് ഗവൺമെൻറ് അടുത്ത 3ാമത്തെ ടേം കയറുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ചെറുപ്പക്കാർ സ്റ്റേറ്റ് വിട്ട് മറ്റ് കൺട്രീസിലേക്ക് പോകുന്നുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷനേക്കാളും താഴ്ന്ന ഒരു ജോലി എടുക്കാൻ നിർബന്ധിതരായിട്ട് പോവുകയാണ്. അതെ. പക്ഷെ അവർക്ക് ഇവിടെ ഒരു റവന്യൂ, അവർക്ക് ഒരു നല്ലൊരു വരുമാനം കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇവിടെ വിട്ട് പോവുകയില്ല. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്ട് ചെയ്യും.